ഈ ക്യാമറ മറികടക്കാനുള്ള യുവാക്കളുടെ സാഹസിക യാത്ര നമുക്കൊന്ന് കാണാം. അതിൽ കർശന നടപടിയെടുക്കാൻ ട്രാഫിക് പോലീസ് ഇപ്പോൾ ഒരുങ്ങുകയാണ്. ചില ചേട്ടന്മാരെ ഈ ബൈക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ക്യാമറ വരുന്ന ട്രാഫിക് നിയമലംഘനം 3 പേരൊക്കെ ആയിരിക്കുമല്ലോ പോവുക. അപ്പോൾ അതൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് നോക്കി കൈകൊണ്ട് ട്രാഫിക് നമ്മുടെ ഈ നമ്പർ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. എത്ര എണ്ണമാണെന്ന് നോക്കി 3 പേര് ട്രിപ്പിൾ അടിച്ച് പോവുകയാണ്. ഹെൽമെറ്റ് വയ്ക്കാതെ പോവുകയാണ്. ക്യാമറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ നമ്പർ പ്ലേറ്റ് മറയ്ക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഹെൽമെറ്റ് വയ്ക്കാതെയും ട്രിപ്പിൾ അടിച്ചുമൊക്കെ പോകുന്ന ആൾക്കാരാണ് നമ്പർ പ്ലേറ്റ് കൈകൊണ്ട് മറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. നിയമലംഘകരിൽ കൂടുതലും വിദ്യാർത്ഥികളാണെന്നാണ് ഇതിൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കർശന നടപടി ഇവർക്കെതിരെ ഉണ്ടാവണം. പിള്ളേർ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്യാമറയെ മറികടക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ടും ഒക്കെ ഈ നമ്പർ പ്ലേറ്റ് മറച്ചുകൊണ്ട് പോവുക. അതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. എന്നാലും ഹെൽമെറ്റ് വയ്ക്കൂല, ട്രിപ്പിൾ അടിച്ചേ പോകുന്നുള്ളൂ. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ അഭ്യാസം കാണിക്കുന്നിടയിൽ താഴെ വീണ തല പൊട്ടൂലേ? ഹെൽമെറ്റ് പോലും ഇല്ല. 3 പേരും ഒക്കെ ആയിട്ടൊക്കെ പോകുന്ന ചങ്ങാതിമാരാണ് ഈ പണി കാണിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് പോലീസിൻ്റെ ക്യാമറയിലൊക്കെ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് ഇത്തിരി അന്യായമായി പോയി കേട്ടു. ശരത്തിനോട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഈ ക്യാമറകളെ പിടികൂടാൻ മറികടക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ്. ഇപ്പോൾ ഇവരെ പിടികൂടും എന്നാണോ ഏജൻസികൾ പറയുന്നത്? മാത്രമല്ല, ഈ പിള്ളേർക്ക് ഇതെന്തിൻ്റെ കേടാ? ട്രിപ്പിൾ അടിച്ചിട്ടൊക്കെ പോവുക, ഹെൽമെറ്റ് വയ്ക്കാതെ പോവുക, എന്നിട്ട് ക്യാമറയുടെ അടിയിലെത്തുന്ന സമയത്ത് തത്രപ്പെട്ട് വലിയ ബുദ്ധിമുട്ടി ഈ നമ്പർ പ്ലേറ്റ് മറയ്ക്കാൻ ശ്രമിക്കുക. അപകടകരമായ ശ്രമങ്ങളല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരത്തെ? അരുൺകുമാർ, അത് തന്നെയാണ്. അതായത് ക്യാമറയെ മറികടക്കാൻ അല്ലെങ്കിൽ ക്യാമറയിൽ നിന്ന് നിയമലംഘനം മറയ്ക്കാൻ വേണ്ടി വളരെ അപകടകരമായ രീതിയിൽ, സാഹസികമായ രീതിയിൽ വിദ്യാർത്ഥികളും യുവാക്കളും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ട്രാഫിക് പോലീസും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അടുത്തിടെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുന്നത്. 1-2 കേസുകളല്ല, നിരന്തരം യുവാക്കൾ ഇത്തരത്തിൽ വാഹനം ഓടിച്ച് കടന്നു പോകുന്നു എന്നുള്ളത്. അതായത് കോഴിക്കോട് ജില്ലയിൽ 63 ക്യാമറകളാണുള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ളത്. പക്ഷേ ഈ ക്യാമറ ഉള്ള ഭാഗങ്ങളൊക്കെ തന്നെ പോലീസിന്റെ പരിശോധന സാധാരണ കുറവ് വരാറുണ്ട്. അത്തരം ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ നിയമലംഘനം ഇത്തരത്തിൽ കൂടുതൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയത്. മാത്രമല്ല, ഈ സ്കൂളുകളിലും കോളേജ് പരിസരങ്ങളിലുമുള്ള ക്യാമറയിലാണ് ഇത്തരം ദൃശ്യങ്ങൾ കൂടുതൽ പതിയുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഇത്തരത്തിൽ കൂടുതലായും നിയമലംഘനം നടത്തുന്നതെന്നും മോട്ടോർ വാഹന വകുപ്പും ട്രാഫിക് പോലീസും ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ അപകടകരമായ രീതിയിലാണ് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നത്. അതായത് ഹെൽമെറ്റ് ഇല്ലാതെയോ 3 ആളുകളെ എടുത്ത് യാത്ര പോവുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറം സാഹസികമായാണ് ഈ വാഹനം ഓടിക്കുന്നത്. അതായത് വാഹനത്തിൽ കിടന്നുകൊണ്ട് നമ്പർ പ്ലേറ്റ് മറച്ചു പിടിക്കുന്നു, ചരിഞ്ഞ് തല കീഴായി വെച്ചിട്ടൊക്കെ തന്നെയാണ് പലരും അപകടകരമായ രീതിയിൽ ഈ നിയമലംഘനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടി ഇത്തരം ആളുകൾക്ക് വേണമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുക്കണം. കാര്യം ഇതേപോലെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല, ഈ പിള്ളേർ തലയിടിച്ച് താഴെ വീഴൂലേ ഈ പണി കാണിക്കുന്നിടയിൽ? അതും ശക്തമായ നടപടി വേണം. മാത്രമല്ല, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ശക്തമായിട്ട് അവരെ വാൺ ചെയ്യുകയും വേണം. ഇമാതിരി പരിപാടിയുമായിട്ട് റോഡിൽ ഈ ഇരുചക്ര വാഹനവുമായിട്ട് ഇറങ്ങരുത് എന്ന് തന്നെ പറയണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമം അനുസരിക്കുന്ന കുറേ മണ്ടന്മാരും ഇതൊന്നും ബാധകമല്ലാത്ത കുറച്ച് മിടുക്കന്മാരും സ്മാർട്ടാകാൻ വരരുത് എന്ന് മാത്രം പറഞ്ഞു വിടുക തൽക്കാലം ഈ പിള്ളേരെടുത്ത്. അല്ല, എന്താ പറയുക? എന്നിട്ട് അത്യാവശ്യം പിഴയെ വാങ്ങിച്ചോണം. ഒന്ന് ആലോചിച്ച് നോക്കി, ക്യാമറയെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് ബുദ്ധിമുട്ടിയാണ്. എന്തി വലിച്ചിട്ടേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കല്ലേ? ഒന്ന് തെറ്റിയാൽ എന്താ സംഭവിക്കുക? ക്യാമറ എത്തുന്നതിന് മുമ്പ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കണം. ക്യാമറയ്ക്ക് ശേഷം വണ്ടിയിൽ കയറണം. അപ്പോൾ വണ്ടി ആരും ഓടിച്ചുകൊണ്ട് പോകും ഹെൽമെറ്റ് ഇല്ലാതെ?